സർ, ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 3 ദിവസമായി നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനത്തിന് തിരിച്ചു പറക്കാൻ അനുമതി കൊടുക്കാത്തത്? ഞാൻ ഒരു എക്സ് നേവി പൈലറ്റ് ആയിരുന്നു. ഞാനും ഇതേപോലെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൈലറ്റായിരുന്നു. എനിക്കും പല സമയത്തും വെതർ കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി കാരണമോ കപ്പലിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ നമുക്ക് റൺവേയിൽ ലാൻഡ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഡൈവേർഷൻ എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ ഐദർ നമ്മുടെ ഡബലിം എയർപോർട്ട് ഗോവയിലോ അല്ലെങ്കിൽ മുംബൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ എവിടെയാണെന്ന് വെച്ചാൽ അടുത്ത നിയറസ്റ്റ് എയർപോർട്ടിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പം ഇത് ഒരു പ്രത്യേക സാഹചര്യം. അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അറേബ്യൻ കടലിൽ ഭയങ്കരമായ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിച്ച് നല്ലപോലെ നോക്കി തിരിച്ചു വിടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കാൻ കെൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായാണ് F-35 അറിയപ്പെടുന്നത്. റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് അവകാശവാദവും. എന്നിട്ടും എങ്ങനെയാണ് ഈ യുദ്ധവിമാനത്തെ ഇന്ത്യ കണ്ടുപിടിച്ചത്? ആ എയർക്രാഫ്റ്റ്, നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിനെ കുറിച്ചാണോ? ആ എയർക്രാഫ്റ്റ് ഒരു എമർജൻസി കോളും ATCയിൽ കൊടുത്തു. എനിക്ക് ഫ്യൂവൽ അധികമില്ല, ഞാനിവിടെ ലാൻഡ് ചെയ്യാൻ വരുന്നു, ഓക്കെ എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞാണ് വന്നത്. മാത്രമല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉള്ള ഒരു സിസ്റ്റമുണ്ട്, ഒരു റഡാർ ട്രാൻസ്പോണ്ടർ, ഞാനത് മറന്നുപോയ എൻ്റെ പേര്, ഒരു ട്രാൻസ്പോണ്ടർ എന്നാണെന്ന് തോന്നുന്നു. അത് ഓൺ ചെയ്തിട്ടേക്കും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എല്ലാ എയർക്രാഫ്റ്റിനകത്തും അതുകൊണ്ട്. വാർ സമയത്ത് നമ്മൾ അതിനെ ഓഫ് ചെയ്യും. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു സെക്കൻഡറി റഡാറാണ്. അത് പൾസ് നമ്മുടെ ഈ എയർക്രാഫ്റ്റിൻ്റെ ചുറ്റിനും ഈ പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ പൾസ് ഉപയോഗിച്ച് ഒരു റഡാറിൻ്റെ റിസീവർ ഉപയോഗിച്ച് നമുക്ക് ഈ എയർക്രാഫ്റ്റിനെ കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഇത് അദ്ദേഹം ഒളിച്ചല്ല വന്ന് അദ്ദേഹം ട്രിവാൻഡ്രം ATCയെ വിളിച്ചറിയിച്ചു, എമർജൻസിയാണ്, എനിക്ക് ലാൻഡ് ചെയ്യണം, ഫ്യൂവൽ കുറവാണ്, ഞാൻ ഇന്ന എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് വരുന്നു, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടാണ് വന്നത്. സാർ, മറ്റൊരു സംശയം, ഈ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ സുരക്ഷാ റെക്കോർഡ് ഉണ്ടല്ലോ, അതെന്താണ്? ഇത് ആദ്യത്തെ ക്രാഷ് ആണെന്ന് പറയുന്നതിന്റെ പ്രാധാന്യവും എത്രത്തോളമാണ്? ബോയിങ് 787 ആണ് ആദ്യത്തെ കോമ്പോസിറ്റ് എയർക്രാഫ്റ്റ് ആയിട്ട് ബോയിങ് ഇറക്കിയത്. അതിന് മുമ്പുണ്ടായിരുന്ന 777 എല്ലാം മെറ്റൽ ബോഡി എയർക്രാഫ്റ്റ് ആയിരുന്നു. പക്ഷേ ബോയിങ് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തു, ചൈനീസ് കമ്പനീസിന് കൊടുത്തു. പല കാര്യങ്ങളും ചൈനീസ് കമ്പനീസ് ഉണ്ടാക്കിയ അവരുടെ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് ഓക്കെ അത്ര നല്ലതാണെന്ന് ഇനീഷ്യൽ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ 777 മെയിൻറ്റെയിൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് തന്നെയാണ് 787 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് വന്ന 787 ഡ്രീം ലൈനർ പ്ലാസ്റ്റിക് എയർക്രാഫ്റ്റ് എന്നാണ്. അവർ പറയുന്ന ഇതിൽ തന്നെ ഒരു പാനൽ ഊരിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് അത്ര ഇൻഫീരിയർ മെറ്റീരിയൽ ആയിരുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കമ്പനി തന്നെ, കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കമ്പനി റെക്ടിഫൈ ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ 787 എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വളരെ മോഡേൺ എയർക്രാഫ്റ്റാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രാഷാണ് ഈ അഹമ്മദാബാദിൽ സംഭവിച്ചതെന്നുള്ള ശരി തന്നെയാണ്. സർ, ഈ അഹമ്മദാബാദ് അപകട സമയത്ത് അവസാനത്തെ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ പൈലറ്റുമാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക? വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണല്ലോ അവർ. ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് DFDRും CVRും എല്ലാം പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. എന്നാലും പൈലറ്റ്സ് ഒരു മീഡിയ കോൾ കൊടുത്തിരുന്നു. ലോസ് ഓഫ് ത്രസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് പൊക്കാൻ ഉള്ള കഴിവ് ഇല്ല, എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ തകരാറിലാണ്, അതാണ് മീൻ ചെയ്തത്. അപ്പോൾ 2 എഞ്ചിനും
ഫെയിലായ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ആണ് നമ്മൾ ഊഹിക്കേണ്ടത്. സർ, 1998 ഡിസംബർ 11 തായ് എയർവേസിന്റെ TG-261 വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ജെയിംസ് റുവാങ്സാക് ലോയ് ചുസാക് എന്നൊരു നടനും ഗായകനുമായ വ്യക്തി രക്ഷപ്പെട്ടിരുന്നു. സാറ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ വിശ്വാസ് കുമാറിന്റെ ഇപ്പോഴത്തെ രക്ഷപ്പെടലിലും മറ്റ് ദുരൂഹതകൾ സംശയിക്കേണ്ട എന്ന് തന്നെയാണോ? ഞാനതൊരിക്കലും ആ രീതിയിൽ കാണുന്നില്ല. ഒരാൾ രക്ഷപ്പെട്ടു, അത് അയാളുടെ നല്ല ദിവസമായിരുന്നു. ഓക്കെ, ഇത്രയും പേരിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്കാണത്, അല്ലാതെ അതിനൊരു ദുരൂഹതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിശ്വാസിന്റെ രക്ഷപ്പെടലോടുകൂടി 11A സീറ്റിനെ സംബന്ധിച്ചും കുറെ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 11A സീറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സീറ്റ് രണ്ടാമത്തെ ഡോറിൻ്റെ ബാക്കിലായിട്ട് വരും. ഓക്കെ, എയർക്രാഫ്റ്റ് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ്സ്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബിസിനസ് ക്ലാസ്, അതിൻ്റെ പുറകിലാണ് എക്കണോമി സീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ് ഫ്രണ്ടിലും അതിൻ്റെ പുറകിൽ എക്കണോമിയും. ഈ എക്കണോമിയുടെ ഫസ്റ്റ് സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഡോറ് തെറിച്ച് ഇമ്പാക്റ്റ് കാരണം, എയർക്രാഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് കാരണം തെറിച്ച് പോയിട്ടുണ്ടാകണം. അപ്പോൾ ആ വഴി അദ്ദേഹത്തിന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടി. സാർ, പലപ്പോഴും ഈ പക്ഷികൾ കാരണം വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. വിമാനം ഇറങ്ങാൻ വൈകി, പറന്നു വരാൻ വൈകുന്നു, പക്ഷി ശല്യം കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷികൾ എത്രത്തോളം ഡേഞ്ചറാണ് ഈ വിമാനങ്ങൾക്ക്? പക്ഷികൾ തീർച്ചയായും അപകടം ഉണ്ടാക്കും. എയർപോർട്ടിൻ്റെ ചുറ്റിനും ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഈ പക്ഷികളുടെ ശല്യം ധാരാളമുണ്ട്. അവിടെ സ്ലോട്ടർ ഹൗസസ് ഉണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും എയർപോർട്ടിന് എപ്പോഴും സേഫ്റ്റി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികൾ കാണും. വിമാനം പറന്ന് ഉയരുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഈ പക്ഷികളിൽ ഇടിക്കാനും, അതുപോലെ ഈ പക്ഷികൾ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനകത്ത് പോകാനും സാധ്യതയുണ്ട്. ചെറിയ വിമാനങ്ങളാണെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 2009 2 എഞ്ചിനും പോയ ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയിൽ, മിസ്റ്റർ സളി, ഒരു എയർബസ് 320 വിമാനം പറന്നുയർന്നു. 2 എഞ്ചിനും ബേർഡ് സ്ട്രൈക്ക് കാരണം ഫെയിലായി. പുള്ളി ഹഡ്സൺ റിവറിൽ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം പക്ഷികൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടമാണ്. എന്നാലും 1-2 പക്ഷികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു വലിയ എയർക്രാഫ്റ്റായ 787 അല്ലെങ്കിൽ 777 അങ്ങനെ എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ വലിയ ടെർബോ ഫാൻ എഞ്ചിനാണ്, ബൈപ്പാസ് റേഷ്യോ ഉള്ള വലിയ ടെർബോ ഫാൻ എഞ്ചിൻസാണ്. അതിനധികം അപകടമൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഒരു വലിയ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത് പ്രശ്നമാണ്. സാർ, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും വിമാന അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ കൂടുതലും നമ്മൾ കമ്പനീസ്, പിന്നെ ഇപ്പോൾ ഏവിയേഷൻ ഒരു ബൂമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ കമ്പനീസിന് കൂടുതലും പ്രോഫിറ്റ് വേണം. ഓക്കെ, മാത്രവുമല്ല നമ്മുടെ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണിത്, കറപ്ഷനും ഇതും ഇന്ത്യയിൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കൂടുതലും പൈസയൊക്കെ കൊടുത്ത് ആൾക്കാരെ എന്താ പറയുന്നത്, DGCA അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. ഞാനും കോ പൈലറ്റും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു ന്യൂയോർക്കിലോട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ഞാൻ വിചാരിച്ചത്ര ട്രസ്റ്റ് കിട്ടിയില്ല. കാരണം ആ എയർക്രാഫ്റ്റ് റൺവേയുടെ വളരെ അടുത്ത് ചെന്നിട്ടാണ് അത് പൊങ്ങാൻ, അതിന് ആ സ്പീഡ് വന്നതും എനിക്കതിനെ പൊക്കി കൊണ്ട് ചെയ്യാനും ഉള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ പൊങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ക്രൂസ് ഓൾട്ടിറ്റ്യൂഡിൽ ഞാൻ കോ പൈലറ്റ് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും ഡിലേ വന്നത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സർ എനിക്കറിയത്തില്ല, ഒൺലി ദിസ് തിങ് ക്യാൻ ഇറ്റ് ബി ബിക്കോസ് ഓഫ് എയർക്രാഫ്റ്റ് ഓവർലോഡിങ്. സോ ഐ സെഡ് യെസ്, ദാറ്റ്സ് എ പോസിബിലിറ്റി. എന്ന് വെച്ചാൽ
നമ്മുടെ എയർക്രാഫ്റ്റിന് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു 15 ടൺ കാർഗോ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു എയർക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഗോ ചെയ്യുന്ന ആൾക്കാർ അവർ കറപ്റ്റ് ആണെങ്കിൽ അവർക്ക് ഈ 15 ടൺ ആക്ച്വലി കയറ്റിയിട്ട് 5 ടൺ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല. ഇത് പണ്ടത്തെ കാലത്ത് എയർക്രാഫ്റ്റ് വേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്ത് അതില്ല. അതൊരു അൺവാണ്ടഡ് ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് ആക്ച്വലി കൂടുതൽ വെയിറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന പവർ ഇനഫ് ആയിരിക്കത്തില്ല. എല്ലാ ടേക്ക് ഓഫും നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റും ടെമ്പറേച്ചർ കണ്ടീഷൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്ര പവർ വേണം ഈ എഞ്ചിന് ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ആക്ച്വലി കൂടുതലാണെങ്കിൽ ആ പവർ കൊണ്ട് ആ എയർക്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങാനുള്ള സാധ്യത കിട്ടത്തില്ല. അപ്പം കറപ്ഷൻ ഇസ് എ ബിഗ് തിങ് വിതിൻ ദ എയർലൈൻസ്.